അവൻ പ്രവൃത്തികളും വലുതായി വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ! എത്ര ഒരു വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം, 1 പത്രോസിന്റെ ലേഖനത്തിനകത്ത് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. 1 പത്രോസിന്റെ വചനം പറയുകയാണ്, 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ, ഉണ്ടോ, അല്പകാലത്തേക്ക്, ഒരു ഷോർട്ട് പീരീഡ് വെച്ചിരിക്കുക, ഒരു ചെറിയ സമയം വെച്ചിരിക്കുക. ചില കഷ്ടതയിൽ കൂടെ, ചില പ്രതിസന്ധി കൂടെ, ഈ കഷ്ടതയിൽ കൂടെ നമ്മൾ യേശുവിൻ്റെ അരികിൽ വന്നത്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ് നമ്മൾ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രതികൂലത്തിൻ്റെ ആഴങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധി ഉപവാസത്തിനിരിക്കാൻ തുടങ്ങിയത്. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാൻ, ദൈവ മഹത്വം നമ്മുടെ മേലൊന്ന് വെളിപ്പെടുവാനാ നമ്മൾ ഇരിക്കുവാൻ തുടങ്ങി. ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയുവാനോ. ഇവിടെ പറയുന്ന വാക്ക് എന്നാൽ, വായിച്ചേ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? നിത്യമായ ഒരു തേജസ്സിലേക്കാ ദൈവം വിളിച്ചത്. യേശു വിളിക്കുന്നത് നിത്യമായ ഒരു തേജസ്സിലേക്കാ. എങ്ങനെയുള്ളവരെ? കഷ്ടം അനുഭവിക്കുന്നവരെ, കഷ്ടത അനുഭവിക്കുന്നവരെ നിങ്ങളെ ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുക, സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് നിങ്ങളെ, സർവദയാലുവായ ദൈവം തന്നെ അപ്പൊ നിങ്ങളുടെ അകത്തറിഞ്ഞോളം നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. നിങ്ങൾ ഇന്ന് പല പ്രതിസന്ധി കൂടെ ഒക്കെ നടന്നാലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! ഒരു തേജസ്സിലേക്ക് നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ ദൈവം വിളിക്കുമ്പോൾ അടുത്ത മണ്ഡലത്തിനകത്ത് പറയും, നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയും? യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ അകത്തറിയണം. നിങ്ങളെ എന്ത് ചെയ്യാൻ പോവുക? ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോവുക. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയാകും, കടഭാരത്തിന്റെ അവസ്ഥയാകും, തലമുറയുടെ വിഷയങ്ങളാകാം, എന്തു തന്നെയാണെങ്കിലും ദൈവത്തിന് ഒന്നേ പറയുവാനുള്ളൂ, നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ! നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ഭാരത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. ചില മേഖലകൾ തുറന്നു തരാതിരിക്കുന്ന കാലങ്ങളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. തലമുറയ്ക്ക് നല്ല ജോലി ലഭിക്കപ്പെടാതിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില വീടിന്റെ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തിന് ഒന്നേ പറയുവാനുള്ളൂ, നിന്നെ എന്ത് ചെയ്യാൻ പോവുക? ദൈവ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. എന്നിട്ട് പറയുന്നു, യഥാസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യും? അതിന്മേൽ ദൈവം ഉറപ്പിച്ചിട്ട് അതിനെ ശക്തീകരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ അകത്തറിയണം, നമ്മൾ ചെറിയ കഷ്ടകാലങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മളെ എന്ത് ചെയ്യാൻ പോവുക? ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നുണ്ട്? പ്രതിസന്ധി ഒക്കെ ഉണ്ടെങ്കിലും, ഈ പ്രതികൂലത്തിൽ ഒങ്ങ് നടന്നാലും എന്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുക ചെന്ന ദൈവം. ഹല്ലേലൂയ! എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പൊ നമ്മുടെ അകത്ത് നമ്മൾ അറിയണം. ഞാനിത് കൊണ്ടുവരുന്നതിന്റെ കാരണം, ഈ ദൈവം എന്നെ ഉറപ്പിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കണം. ഈ ദൈവം പ്രതിസന്ധി വരുമ്പോ, പലരും പ്രതികൂലങ്ങൾ വരുമ്പോ, കഷ്ടതകൾ വരുമ്പോ അവരെന്ത് ചെയ്യും? ദൈവത്തോട് മറുതലിപ്പ് കാണിക്കും. അല്ലേ? ഏറ്റവും കൂടുതൽ മറുതലിപ്പ് കാണിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾക്ക് ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഈ ദൈവം ഉണ്ടോ? അപ്പൊ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? മറുതലിപ്പുണ്ടാവും. അപ്പൊ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിന് അടിമത്തത്തിൽ ദൈവം വിളിച്ചു. അതിനകത്തൊരു ലീഡറെ വെച്ചു, മോശെ വെച്ചു. ഈ ജനത്തെ ദൈവം കൊണ്ടുവരുമ്പോ, ദൈവം നടത്തിക്കൊണ്ടിരുമ്പോ ദൈവത്തോട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? മറുതലിപ്പുണ്ടാകാൻ തുടങ്ങി. അവരിറങ്ങി വരുന്ന മരുഭൂമിക്കകത്ത് ദൈവം സകലതും നൽകിക്കൊടുത്തു വരുമ്പോഴും അവർക്ക് ദൈവത്തോട് മറുതലിപ്പുണ്ടായിട്ട് അവരെ ആ മരുഭൂമിയിൽ വെച്ച് തന്നെ ദൈവം എന്ത് ചെയ്തു? ഒടുക്കിക്കളഞ്ഞു എന്ന് വചനം പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്ന അല്പകാലത്തേക്ക് ചില കഷ്ടങ്ങളൊക്കെ വന്നാലും ഈ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും?
ഓ, നിങ്ങളുടെ അകത്ത് കിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ചില പ്രതിസന്ധി കൂടെ ഒക്കെ നടക്കേണ്ടി വന്നാലും, ചില നിന്നയിൽ കൂടെ ഒക്കെ നടക്കേണ്ടി വന്നാലും, ചില പരിഹാസത്തിൽ കൂടെ ഒക്കെ നടക്കേണ്ടി വന്നാലും, ആമയെ നിന്നെ യഥാസ്ഥാനപ്പെടുത്താവുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുക തന്നെ. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്നുണ്ട്? ആമേ, ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിനകത്ത് നിങ്ങൾ ഉറപ്പിക്കും പറയണം, ഈ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും. എന്തിൽ? അല്പകാലം ചില കഷ്ടതയിൽ കൂടെ ഒക്കെ പോകേണ്ടി വന്നാലും ദൈവം എന്ത് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആമി അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ആമി യോസെഫിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. യോസെഫ് കുറേ വർഷങ്ങൾ കഷ്ടതയിൽ കൂടെ പോയി. പക്ഷെ ദൈവം പറഞ്ഞ സമയമായപ്പോ ദൈവം അവനെ യഥാസ്ഥാനപ്പെടുത്തി, അവരെ ശക്തീകരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, എന്നെ ശക്തീകരിക്കാവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ യഥാസ്ഥാനപ്പെടുത്താവുന്ന ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എൻ്റെ ജീവിതത്തിൽ വരും എന്ന് പറഞ്ഞാൽ അവനെ വിട്ടിട്ടുള്ളത് ഒന്നും എൻ്റെ ജീവിതത്തിനകത്ത് വേണ്ട. ഹല്ലേലൂയ. ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ എന്നാ നടക്കുന്നറിയോ? ഈ ദൈവത്തെ വിട്ടിട്ട് അങ്ങ് മാറും. അമ്മേ, മാറുന്നവരെ കുറിച്ച് പറയുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു. 2-ാം അധ്യായം മലാക്കി പ്രവാചകന്റെ പുസ്തകം. നിങ്ങൾ കേട്ടനുസരിക്കുകയും അപ്പം ഓർത്തു എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ നമ്മുടെ ബൈബിൾ പറയുന്നേ? നിങ്ങൾ കേട്ട് അനുസരിക്കണം, ആ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ. കണ്ടോ, ഇവിടെ പറയുന്ന അല്പകാലത്തെ, പത്രോസി പറഞ്ഞു, അല്പകാലത്തേക്കുള്ള കഷ്ടത നിങ്ങൾക്ക് വന്നാലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും, നിങ്ങളെ ശക്തീകരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുക. രണ്ടാമത്തെ ഇവിടെ വന്നപ്പോൾ പറയുക, ഇങ്ങനെ ദൈവം നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും, നിങ്ങളെ എന്ത് ചെയ്യും? ശക്തീകരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കൊരു വിടുതലുണ്ടേ. ഈ പ്രതിസന്ധിക്ക് അപ്പുറം നിങ്ങൾക്കൊരു എന്നാ ഉണ്ട്? ഒരു വിടുതലുണ്ട്, ഒരു അത്ഭുതം നടക്കാൻ പോവുക. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയെന്ന്? അപ്പൊ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ദൈവം വിളിച്ചിട്ട് പറയുക, നിങ്ങളെ ആരാണ് വിളിച്ചത്? നിങ്ങളുടെ അകത്ത് ബോധ്യമുണ്ടോ? ദൈവം വിളിച്ച ദൈവം പറയുന്നു, നിങ്ങൾക്ക് ചില കഷ്ടതകളുണ്ട്. ഇല്ലെന്ന് പറഞ്ഞോ? കഷ്ടതകളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? യഥാസ്ഥാനപ്പെടുത്തും, നിങ്ങളെ എന്ത് ചെയ്യും? ശക്തീകരിക്കുകയും ചെയ്യും. എന്നിട്ട് ദൈവം പറയുക, ഈ കഷ്ടതയ്ക്കകത്ത് നിങ്ങൾ വരുമ്പോ, ആമേൻ, ഈ പ്രതികൂലത്തിനകത്ത് വരുമ്പോ, പ്രതിസന്ധിക്കകത്ത് വരുമ്പോ, ഇവിടെ പറയും, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട് അനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ. ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്ന എപ്പോഴാ? പ്രതിസന്ധി വരുമ്പോഴാ. ഇവിടെ നേരെ തിരിച്ച അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോഴാണ് ഇവിടെ പ്രശ്നം വന്നേ. അനുഗ്രഹം കിട്ടുന്നിടം വരെ ഒരു കുഴപ്പമില്ല, അനുഗ്രഹം കിട്ടിക്കഴിയും പിന്നെ പ്രശ്നമാണ്. ഇവിടുത്തെ ലെവലിൽ ബൈബിൾ പറയുവാണ്, പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ നിന്ന് നീ പുറകോട്ടെ. ഇവിടെ പറയുന്നു, എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ പിടികിട്ടിയോ? ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടും. നിങ്ങളുടെ അകത്ത് നല്ല വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നുകൂടെ വായിച്ചോ. ദൈവം നിങ്ങളെ ആരുടെ പദ്ധതി? ദൈവം വിളിക്കുമ്പോൾ ഒരു വാഗ്ദത്തമുണ്ട്. ഉണ്ടോ? ഉണ്ടല്ലോ. അമ്മ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ചാർച്ചക്കാർ പിതൃഭവനം വിട്ടിറങ്ങി അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് തലമുറയെ തരും. ഏറ്റവും ഇമ്പോർട്ടന്റ്, അതിനേക്കാൾ ഉപരിയായി പറയുന്നു, നീ സകലത്തിനും അമ്മ ഒരു പിതാവാകാൻ പോവുക എന്ന് ദൈവം ഒരു വാഗ്ദത്തം വിട്ടു. ഈ വാഗ്ദത്തം അബ്രഹാമിന്റെ വന്നിട്ട് പരീക്ഷയ്ക്ക് കുറവുണ്ടായിരുന്നു. കുറെ കാലത്തെ പരീക്ഷയ്ക്കൂടെ. എന്നിട്ട് അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചില്ലയോ? അപ്പൊ ചില പ്രതിസന്ധി കൂടെ നിങ്ങൾ കടന്നുപോയാലും, ചില കണ്ണുനീരിൽ കൂടെ നിങ്ങൾ നടന്നുപോയാലും, അപ്പറേ ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണെന്ന് ഇന്ന് പകൽ നിങ്ങൾ ഉറക്കണം.
ഹല്ലേലൂയ. കുറേ നിന്ദകൾ നിങ്ങൾ അനുഭവിക്കേണ്ട വന്നാലും, പരിഹാസങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ട വന്നാലും, അപ്പുറം നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ വെച്ചിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അകത്ത് ചില കഷ്ടതകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് മറുതലിപ്പുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ദൈവത്തോട് എന്തുണ്ടാവും? നിങ്ങൾ പറഞ്ഞു പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ കയറി വരുമ്പോൾ നിങ്ങൾ മണിക്കൂറുകൾ പ്രാർത്ഥന നിർത്തിക്കളയും. ഇന്നലെ വരെ ഉപവസിച്ചുകൊണ്ടിരുന്നവൻ ഉപവാസം നിർത്തിക്കളയും. ഇന്നലെ വരെ എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു അത് മുഴുവൻ മാറിപ്പോവും. മാറിപ്പോകുമ്പോൾ പറയും, ഓ അയാള് പ്രാർത്ഥിച്ചാലും ഞാൻ രക്ഷപ്പെടത്തില്ല. അവസാനം ആരിലേക്ക് വന്നു? നടത്തുന്നവനിലേക്ക് വന്നു. ഇനി അയാൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇതെല്ലാം ചുമ്മാതെ പറയുന്ന, നിങ്ങളുടെ അകത്തൊന്ന് കടന്നു പോകണം. ഇതെല്ലാം വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമീൻ, ഒരു ദൈവഭൃത്യനല്ല അതിനകത്ത് കുഴപ്പം വരുന്നത്. ആർക്കാ കുഴപ്പം വരുന്നേ? ദൈവത്തിനാ. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിടത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ എവിടെ നിൽക്കുമ്പോഴാന്ന് ഓർത്തോണം. കഷ്ടതയ്ക്കകത്ത് പ്രതികൂലം വരുമ്പോൾ പ്രതിരോധിക്കണം. കഷ്ടതയ്ക്കകത്തു നിൽക്കുന്നവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുന്നുവെങ്കിൽ ആരാന്ന് പറഞ്ഞു? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വെക്കാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ എന്തായിരിക്കും? അനുഗ്രഹത്തിന് പകരം. ഇപ്പൊ നിങ്ങൾ പറയൂ, അത് പഴയ നിയമമല്ലേ, പുതിയ നിയമത്തിലല്ല. പുതിയ നിയമം ഇതിനേക്കാൾ കട്ടിയാ കേട്ടോ. പഴയ നിയമത്തിനേക്കാൾ കുറച്ചുകൂടെ ഗൗരവമുള്ള പുതിയ നിയമത്തിലേക്ക് വന്ന് യേശു പറയും, നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവോടെ നിൽക്കട്ടെ, സത്യം ഇല്ലല്ലോ. സത്യം എന്നേ പോയി. സത്യത്തോടെ ഒന്ന് ആരാധിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടുത്തെ പഴയ നിയമത്തിലെ പിതാവാൻ ദൈവം പറയുന്ന ഒരു പലാഗി പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ്, ആമീൻ, ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച്. അപ്പൊ യഥാസ്ഥാനപ്പെടുത്താൻ ആര് നിൽക്കുക? ഓ, നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഈ നാളുകളിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുക. ദൈവം ചില വാതിലുകളെ തുറക്കാൻ പോവുക. ആമീൻ, ഞാൻ ഇന്നും നിങ്ങളോട് പറയാം, അനേക വാഗ്ദത്തങ്ങളും അനേക പ്രവചനങ്ങളും മഞ്ഞുപോലെ മഴ പോലെ ഇറങ്ങിച്ചെന്നിട്ട് ആരംഭങ്ങളിൽ മുഴുവൻ നന്മ കണ്ടിട്ടും ആമി വിശ്വസിക്കാതിരുന്ന് ഇറങ്ങിപ്പോയിട്ട് അപവാദങ്ങൾ പറഞ്ഞു നടന്നിട്ട് ആ വാഗ്ദത്തം മുഴുവൻ കട്ടായി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് ഗൗരവമേറിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നേ. ഇതിന്റെ പുറകെ ചലിക്കുന്ന ഒരു പൈശാചികന്റെ ഇരുട്ടിന്റെ അധികാരമുണ്ട്. നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിലൊരു പ്രവചനം നടത്തി എനിക്കതിനകത്ത് ഡിമാൻഡൊന്നും കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് എന്തോ പ്രേരിപ്പിക്കുന്നുവോ അതിനെ പറയുന്നൊരു ചുമതല എൻ്റെ മേലുള്ളൂ. എന്നെ ദൈവം നിർത്തുന്നുണ്ടെങ്കിൽ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. ആമേൻ. ഇന്ന് പകൽക്കാലം പറയണം, എനിക്കുള്ളത് തരുന്ന സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് പറയുന്നത്, മനുഷ്യരിലല്ല ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ അകത്തറിയണം, ഒരു വചനത്തിന്റെ ശക്തിയോടെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ ശാപത്തിലേക്ക് പോകല്ല്, അനുഗ്രഹത്തിലേക്ക് പോകാവുള്ളൂ. ഇന്ന് ശകലം താമസിച്ചു പോയാൽ ദൈവം എൻ്റെ മേൽ തരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര വലിയ കഷ്ടത വന്നാലും, എത്ര വലിയ പ്രതികൂലം വന്നാലും, എത്ര വലിയ നിന്ദ വന്നാലും, നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് മഞ്ഞായി പഴയായി നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും ഇറങ്ങി വരും. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടുന്നവരല്ല, പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടുന്നവർ ശാപത്തിന്റെ കീഴിലാണെങ്കിൽ പ്രതിസന്ധിയുടെ മുന്നിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവരുണ്ടല്ലോ. അവ ഇന്ന് പകൽക്കാലം കഷ്ടതയ്ക്കകത്തുനിന്ന് സ്തോത്രം ചെയ്യുന്നവരുണ്ടല്ലോ, പട്ടിണി പായ്ക്കാതിരുന്ന് സ്തോത്രം ചെയ്യുന്നവരുണ്ടല്ലോ, രോഗമായിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ടല്ലോ, അവരെ മറന്നു പോകാത്ത
നടത്തിയ ഒരു ദൈവമുണ്ട് കേട്ടോ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ്. അവൻ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. അവൻ നിന്നെ വിടുവിക്കുന്നവനാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം സാഹചര്യം നോക്കിയിട്ടല്ല, കാലാവസ്ഥ നോക്കിയിട്ടല്ല, ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത്. അവൻ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും അവന്റെ മഹത്വത്തിന് കുറവില്ല കേട്ടോ. അവനെ ഞാൻ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എഴുതി വെച്ചോ, നിന്റെ ഇന്നിന്റെ തലമുറയെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആരും നിനക്ക് വേണ്ടി വാതിൽ തുറന്നില്ലേലും എന്റെ ദൈവം വാതിലുകളെ തുറക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ! എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അനുഗ്രഹത്തിന്റെ പാതയാണോ, അതൊരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ! അപ്പൊ നമ്മുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തത്തെ ഇടുമ്പോ നമ്മൾ എവിടാ നിൽക്കുന്നറിയോ? നമ്മളെവിടാ നിൽക്കുന്നറിയോ? ഞാൻ വലിയൊരു പ്രതിസന്ധിക്കകത്ത്, വലിയ പ്രതികൂലത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിൽ വരുന്നത്, വിശ്വാസത്തിൽ ഒരു ആരാധനാലയത്തിനകത്ത് നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. എൻ്റെ വിഷയങ്ങൾ വലിയ ഭാരമുള്ള, ഞാനിത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനാണ് ഞാനീ പറയുന്നത്. ഏറ്റവും ഹോളിന്റെ പുറകിൽ നിൽക്കുന്ന, ഹോളിനകത്ത് വലിയൊരു പന്തലിനകത്ത് നിന്ന് പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണ്, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അതിനാമയും പറയുന്നതിനൊക്കെ വിഷയം, എൻ്റെ വിഷയം ഭാരമുള്ളതാ. ഞാൻ ആ വിഷയത്തിൻ്റെ മുകളിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. വീണ്ടും ആ മനുഷ്യൻ കുറെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വെച്ചു, നിങ്ങളുടെ കൈകളിൽ രോഗികൾ സൗഖ്യമാകും. അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം മനുഷ്യൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ ഇതുപോലെ നിർത്തുന്ന ഒരു കാലമുണ്ട്. ഇതുപോലെ നിർത്തുക, നീ ഒരു പ്രവാചകനെ പോലെ ശുശ്രൂഷിക്കുന്ന ഒരു കാലമുണ്ട്. എനിക്കന്ന് ഇതൊന്ന് കേൾക്കാൻ പോലും മനസ്സ് വന്നില്ല. പക്ഷെ എനിക്കൊന്നേ ഉള്ളൂ, എന്നേ അറിയത്തുള്ളായിരുന്നു, ആരാധിച്ച ചങ്ങലകൾ അഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ പ്രതികൂലത്തെക്കാൾ വലുത് അമ്മ പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴും ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പ്രതികൂലം മാഞ്ഞു പോയില്ല കേട്ടോ. പ്രതികൂലം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ദൈവത്തെ മഹത്വം കൊടുക്കുന്ന അനുസരിച്ച് ഓരോ വാതിലുകൾ ദൈവം തുറക്കുന്നത് ഞാൻ കാണുവാനിടയായി. കഷ്ടത മാറിയാലും മാറിയില്ലല്ലോ, ദൈവം പ്രവാചക ശുശ്രൂഷനാക്കി ദൈവം തമ്പുരാൻ മാറ്റി. രോഗസൗഖ്യത്തിന് ശുശ്രൂഷകന്, മരണത്തിന്റെ കിടക്കയിൽ കിടക്കുന്നവരെ പ്രാർത്ഥിച്ച് സൗഖ്യമാകുമ്പോൾ ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ പറയാം, ചില കഷ്ടത നിന്റെ അപ്പുറം വെച്ചിട്ടുണ്ടെങ്കിലും ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ദൈവം നിന്നോട് നിന്റെ തലമുറയാണ് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് ഇന്ന് പകലേറെ അത് നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. 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 അതിനെ തടയുന്ന ശക്തിയെ വിളിച്ചു വരുത്തരുത്. അതിനെ തടയുന്ന ശക്തിയെ വിളിച്ചു വരുത്തരുത്. അതിനെ തടഞ്ഞു കളയുന്ന ശക്തിയെ വിളിച്ചു വരുത്തരുത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അകത്തറിയണം. പല ജീവിതങ്ങളും ദൈവസഭയ്ക്കകത്ത് വന്ന് അവരോട് പല ആലോചനകളും ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ അവരോട് പ്രവചനമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് എന്നോട് വിളിച്ചു പറഞ്ഞ എല്ലാം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നാളുകൾ കാത്തിരിക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനകത്ത് ഞാൻ ഇന്ന് വിളിച്ചു പറയാം. അതിനെ തടഞ്ഞു കുടഞ്ഞു കളഞ്ഞ് പുറത്തിറങ്ങി പോയിട്ട് ഇന്ന് പറയുന്ന അയാൾ പറയുന്ന ചുമ്മാ പറയുന്നത്, ഇന്ന് പുറത്തിരിക്കുന്നവരോടല്ല ഞാൻ ഈ ആത്മാവ് ദൂത് പറയുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചവരോടാ പറയുന്നത്. പുറത്തിരിക്കുന്നവർ ഇങ്ങോട്ട് വരണ്ട, പുറത്തിരിക്കുന്നവർ പുറത്തിരുന്നാ മതി. അകത്തിരിക്കുന്നവരോട് ആത്മാവ് ഒരു ദൂത് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ചെയ്യുക. പുറത്തിരിക്കുന്നവരല്ല സഭയെ കുറിച്ച് പറയേണ്ടത്, അകത്തിരിക്കുന്നവരെ ദൈവസഭയെ കുറിച്ച് പറയണം. ഇന്ന് പകൽക്കാലം പൗലോസ് പറഞ്ഞ പോലെ പറയാം, നിങ്ങൾ പൊന്നും വെള്ളിയും ആഗ്രഹിച്ചിട്ടല്ല ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത്. പൗലോസ് പറയുന്ന പോലെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച ജീവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ ധൈര്യത്തോടെ പറയാം, എന്നെ വിടുവിച്ച, എന്റെ കുടുംബത്തെ വിടുവിച്ച, എന്നെ നടത്തിയ ഒരു ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പറയാം, കഷ്ടതയുടെ മുന്നിൽ ഞാൻ അവനെ ആരാധിക്കുന്നവരാ, കണ്ണുനീരിന്റെ മുന്നിൽ ഞാൻ അവനെ ആരാധിക്കുന്നതാ. എനിക്കൊരു കാര്യത്തിനകത്ത് ഉറപ്പുണ്ട്, നിന്നോട് നിന്റെ കുടുംബത്തോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞായി മഴയായി അത് നിങ്ങളുടെ മേൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് ശാപമല്ല, നമ്മുടെ മേൽ വരുന്നത് അനുഗ്രഹമാണ്. നമ്മുടെ മേൽ വരുന്നത് ശാപമല്ല. എത്ര പേർ ആമി പറയുന്നില്ല? അതെന്റെ മേൽ അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്തോട്ടെ. ഒരു ശാപത്തിലല്ല എന്നെ ദൈവം വിളിച്ചത്, ഒരു ശാപത്തിലേക്കല്ല എന്നെ വിളിച്ചത്. എന്നെ ദൈവം വിളിച്ചത് ഒരു അനുഗ്രഹത്തിലേക്കാണ്. Hallelujah, hallelujah, hallelujah. ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഒരു തേജസ് നിന്റെ മേൽ പകരപ്പെടും. ഒരു തേജസ് നിന്റെ മേൽ പകരപ്പെടും. Hallelujah, hallelujah.
ഇവിടെ പറയുവാണ് കേട്ടോ, അനുഗ്രഹങ്ങളെ ശപിക്കുമെന്ന്. അനുഗ്രഹത്തെ കണ്ടോ, എന്റെ മേൽ വരാനിരിക്കുന്ന അനുഗ്രഹത്തെ ആര് ശപിക്കും? ഇവിടെ പറയുന്നു, സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്തില്ല? വിശ്വാസം ഇറങ്ങി ഭയങ്കര അനുഗ്രഹം കേട്ടോ. 50 ദിവസം ഉപവാസ പ്രാർത്ഥന വീട്ടിൽ നടത്തിയൊന്നും അനുഗ്രഹം വരത്തില്ല. ശാപം മാറണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഇറങ്ങി നിന്നിട്ട് അവിടെ ഇവിടെ നിന്നുണ്ട് അന്നും പറഞ്ഞു നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞെ. മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഇരുന്നില്ലെങ്കിൽ കെട്ടപ്പെട്ടത് സ്വർഗമാ, മനുഷ്യനല്ല. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സ്വർഗത്തിൽ കെട്ടപ്പെടുന്ന നീ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിലും അഴിക്കപ്പെടും. ഇന്ന് പകൽ ബന്ധനം അഴിയണോ, കെട്ടുകൾ അഴിയണോ? ദൈവത്തെ ആരാധിക്കാൻ റെഡിയാകുക, മനസ്സ് വെച്ച് ആരാധിക്കാൻ, മനസ്സൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരും. ഇവിടെ പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നു, അത് നിങ്ങൾ മനസ്സ് വെക്കായകൊണ്ട്. അപ്പൊ ശാപത്തിലേക്കും അനുഗ്രഹത്തിലേക്കും പോകുന്നത് നമ്മുടെ ഹിതപ്രകാരമാണ്. ആമേ, നമ്മൾ ശാപത്തിലേക്ക് പോകുന്ന കാരണക്കാരാരാ? ആരും ശപിച്ചിട്ടൊന്നുമല്ല. ആരാ ശാപത്തിലേക്ക് പോകുന്നേ? റോഡിൽ ഒത്തിരി ചള്ള കിടക്കുക, ഇപ്പോഴോട് നടന്നു പോവാവേ, ഇച്ചിരി ഒന്ന് വളഞ്ഞു പോയാൽ മതി. ഞാൻ ഈ ചള്ളക്കൂടെ പോയി തെന്നു വീണാൽ ആരാ കുഴപ്പക്കാരൻ? പറഞ്ഞ വഴിയുടെ കുഴപ്പമാണോ? അല്ലല്ലോ. ആരുടെ കുഴപ്പാ? നമ്മൾ തന്നെ ഇറങ്ങി തന്നെ. നമ്മൾ മഹത്വം കൊടുക്കുന്നവനെ മഹത്വം കൊടുക്കാതെയും ആരാധിക്കേണ്ടവനെ ആരാധിക്കാതെയും ദൈവസന്നിധിയിൽ നിന്നാൽ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ എന്തായി മാറും എന്ന് പറഞ്ഞു? ശാപമായി മാറും. മോശപ്പെട്ട യൂദ ആരുടെ കൂടെ നടന്ന? യേശുവിനോട് നടന്നാണേ. യേശു അപ്പോസ്തലന്മാരെ വിളിച്ചതിനകത്ത് ആരും ഉണ്ടായിരുന്നു? യൂദ ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പക്കൊട്ട 12 അപ്പക്കൊട്ട ചുമക്കതിനകത്ത് തലയ്ക്കകത്ത് ഒരു അപ്പക്കൊട്ട യൂദയുടേതായിരുന്നു. പണസഞ്ചി പോലും ആരുടേതായിരുന്നു? യൂദയുടേതായിരുന്നു. യൂദ ശാപമായിരുന്നു അനുഗ്രഹമായിരുന്നു? ഇപ്പം പറയുമല്ലേ, യേശുവിന്റെ കൂടെ നടന്നിട്ട് യൂദ എവിടായിരുന്നു? വിട്ടുമാറും അറിയണം, ശാപം വന്നു കയറും. യേശു പറഞ്ഞു, നീ ചെയ്യുവാനുള്ളത് പോയി ചെയ്തോളാൻ പറഞ്ഞു. നീ ചെയ്യാൻ പോറത് എന്നാ പറയുന്നറിയോ? തൂങ്ങിച്ചാകാൻ പ്ലാൻ ചെയ്തത് നീ പോയി തൂങ്ങിച്ചത്തോളാൻ കർത്താവ് പറഞ്ഞേ. അപ്പൊ ശാപം ആരാൽ വന്ന് കയറുന്നു? ഇതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപത്തിലേക്ക് മനുഷ്യൻ വീഴുന്നതിന്റെ കാരണം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം ആര് കൊടുക്കുന്നില്ല? നമ്മൾ കൊടുക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1-ാമത്തെ വാക്യം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പിൻ, യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 60-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യേശു പറയുകയാണ്, 60-ാം അധ്യായത്തിന്റെ 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എളിയവരോട് സദ്വർത്തമാനം. എളിയവരോട് നോക്കിക്കോളെ, അഭിഷേകം നോക്കിക്കോളെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. യേശു വന്ന ഡിമാൻഡ് ഉണ്ടോ? ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ അകത്ത് അറിയുന്നുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ത് അനുഭവിക്കണമെന്ന്. എന്റെ കൂടെ എന്ന് വന്നേ. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണം? പുറത്തു വരണം. ദൈവം പറഞ്ഞു, എന്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ആണേ, ദൈവം പറഞ്ഞു വാക്യനെ നോക്കണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു, ഒന്നോട്ടെ. സദ്വർത്തമാനം ഘോഷിപ്പാൻ യേശു പറഞ്ഞു, എളിയവരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? യേശുവിനെ പിതാവാൻ ദൈവം അയക്കുന്ന എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാനും യഹോവ എന്നെ അഭിഷേകം. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? യേശുവിന് അരികിൽ വന്ന അത്ഭുത വിടുതലുണ്ടെന്ന്. യേശു നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, യേശു നിനക്ക് തലമുറകളെ തരുമെന്ന്, യേശു മരിച്ചവനെ ഉയർപ്പിക്കുമെന്ന്,
ഈ വിശ്വാസം അകത്ത് കയറിയതല്ലേ മർക്കോസിന്റെ 2-ാമത്തെ 4 പേര് കൂടി ഒരു പക്ഷപാതത്തിൽ പിടിക്കപ്പെട്ടവനെ അവൻ കട്ടിലോടുകൂടി ചുമന്നു കൊണ്ടുപോയത്. ഞാൻ വിശ്വസിക്കുകയാണ്, എങ്ങനെ വിശ്വസിക്കത്തുള്ളൂ? അതിന്റെ ഒരു അതിന്റെ ഒരു തലയ്ക്കൽ പിടിച്ചത് ബർത്തിമായുടെ മകൻ തിമ്മായി ആയിരുന്നു. ഒരുത്തൻ ബെഥേസ്ദയുള്ള കുളക്കടവിൽ കിടന്നവനായിരുന്നു, 38 ആണ്ട് കിടന്നവനായിരുന്നു. ഒരുത്തൻ കുഷ്ഠരോഗിയായിരുന്നു. അവർക്ക് സാക്ഷ്യമുള്ളവൻ ചെന്നിട്ട് പറഞ്ഞു, യേശുവിന് അരികിൽ ചെന്നാൽ ഒരു സദ്വർത്തമാനം പറയുക, യേശുവിന് അരികിൽ ചെന്നാൽ പക്ഷപാതക്കാരാ നീ സൗഖ്യമുള്ളവനായി മാറും. ആമേൻ. ചുമന്നുകൊണ്ട് ചെന്നപ്പോ വീടിന്റെ വീട്ടിലോട്ട് കയറാൻ മേലാത്ത പോലെ ജനം. വീട്ടുടയവൻ പറഞ്ഞു, വീടല്ല എന്റെ വിഷയം, വിടുതല എന്റെ വിഷയം. മേൽക്കൂര പൊളിച്ചാലും വേണ്ടിയല്ല, അവനെ ഇറക്കിക്കോളാൻ പറഞ്ഞു. യേശു പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനെ സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കണം. യേശു വിളിച്ചത് നിന്നെ ഒരു വിടുതലിലേക്ക് തന്നെയാ, നീ ഒരു അത്ഭുതമാകാൻ വേണ്ടി തന്നെയാ. അതുകൊണ്ടൊരു സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. എന്നിട്ട് പറയുക, ഹൃദയം തകർന്നവരെ പിടികിട്ടിയോ. പ്രതികൂലത്തിൽ കൂടെ നടക്കുമ്പോഴും കഷ്ടതയിൽ കൂടെ നടക്കുമ്പോഴും കണ്ണുനീരിൽ കൂടെ നടക്കുമ്പോഴും ആരാധന കുറഞ്ഞു പോകല്ലേ. ഇന്ന് പകൽക്കാലം പറയണം, 9:30 ആരാധന തുടങ്ങി 11 മണിക്ക് വന്നവരോടാ ഞാൻ പറയുന്നത്, ആരാധന കുറഞ്ഞു പോകരുത്. ആരാധന കൂടുമ്പം വിടുതൽ കൂടി വരുമോ? ആരാധന കൂടി വരുമ്പോൾ അത്ഭുതങ്ങൾ കൂടി വരുമോ? ആരാധന കൂടി വരുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. ദൈവം പറയുന്നു, നിന്നെ ഞാൻ യഥാസ്ഥാനപ്പെടുത്തുന്നവനായി മാറും. ഇവിടെ പറയുക, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ. പിടികിട്ടിയോ? ദൈവത്തിന്റെ വിടുതൽ ആർക്കുള്ളതാ? പ്രതിസന്ധിയിൽ നീന്നാണെങ്കിൽ, രോഗത്തിലാണെങ്കിൽ, കടഭാരത്തിലാണെങ്കിൽ, നിന്നയിലാണെങ്കിൽ, പാപഭാരത്തിലാണെങ്കിൽ നിന്നെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എന്നിട്ട് ദൈവം പറയുക, ഞാൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തി നിന്നെ ഞാൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി പറയുക, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞു, അവൻ നിന്നെ ശക്തീകരിക്കാൻ തുടങ്ങിയാൽ ദുഷ്ടന്റെ സകല കെട്ടുകളും അഴിഞ്ഞു പോകും. ദുഷ്ടൻ നാളുകൾ കൊണ്ട് കെട്ടിയതാകാം, വർഷങ്ങൾ കൊണ്ട് കെട്ടിയതാകാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ഒരു മന്ത്രവാദി വർഷങ്ങൾ കൊണ്ട് നാളുകൾ കൊണ്ട് കെട്ടിവെച്ചത് 1 സെക്കൻഡ് കൊണ്ട് തമ്പുരാൻ മാറ്റുവാൻ കഴിവുള്ള ആത്മാവിന്റെ തീയുള്ളവർ ഇന്ന് പകൽ ഈ ഹോളിനകത്ത് നിൽക്കുമ്പോ ഇന്ന് പകൽക്കാലം അറിയണം, നിനക്ക് വിടുതൽ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വ്യക്തതയോടുകൂടി തിരിച്ചറിയണം, ഞാൻ വന്നിരിക്കുന്നത് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ അരികിലാ. ഹല്ലേലൂയ. സദൃശവാക്യക്കാരന്റെ പുസ്തകമേ, സദൃശവാക്യം 23-ാമത്തെ 18-ാമത്തെ വാക്യം. സദൃശവാക്യം 23-ാമത്തെ 18-ാമത്തെ വാക്യം പറയുന്നു, ഒരു പ്രതിഫലം ഉണ്ടാവും നിശ്ചയം. എത്ര പേര് പറയും ആമേൻ? ഒരു പ്രതിഫലം എനിക്കുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവനെ മഹത്വപ്പെടുത്തിയതാണെങ്കിൽ, ഞാൻ അവനെ ആരാധിച്ചതാണെങ്കിൽ, ഇന്ന് കർമ്മേലിനകത്തിരുന്നൊരു അബ്രഹാം ദൈവത്തെ ആരാധിക്കുമ്പോ ഒരു വൃദ്ധനായിരുന്ന മനുഷ്യനാ. സാറ വൃദ്ധയായിരുന്നു, അവർക്ക് തലമുറയിലായിരുന്നു. അവർ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അവർക്കൊരു പ്രതിഫലമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞ നിശ്ചയമായി എനിക്കൊരു പ്രതിഫലം വരിക തന്നെ ചെയ്യും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക? നിശ്ചയമായിട്ട് എനിക്കൊരു അനുഗ്രഹം വരിക തന്നെ ചെയ്യും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? നിശ്ചയമായിട്ട് ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഈ പ്രത്യാശയാ ഇന്നും ഈ പുൽപ്പറ്റി എന്നെ നിർത്തിക്കുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പ്രത്യാശ നിങ്ങളെ ഈ ദൈവസഭയ്ക്കകത്ത് ഈ മഴയും കാറ്റുമുള്ളപ്പോ വാഹനങ്ങൾ മാറിക്കേറി ഇതിനകത്ത് വന്ന് ഇരുത്തിയേക്കുന്ന കാരണം ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാഞ്ഞോണ്ടാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഈ പ്രത്യാശ ഇന്നല്ലെങ്കിൽ എന്നാളെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുക. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം വരാൻ പോവുക. ഇന്നല്ലെങ്കിൽ നാളെ ആമി ദേശത്ത് ദൈവം എന്നെ നടത്തുന്ന ഒരു കാലം വരാൻ പോവുക. ഇന്നല്ലെങ്കിൽ നാളെ
യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ കൂടെ നടന്ന പത്രോസിനെ നിങ്ങൾ നോക്ക്. ഹല്ലേലൂയ. നടന്നവൻ യേശുവിനെ വരെ തള്ളിപ്പറഞ്ഞു നടന്നു. അവസാനം പടകുമായി ഇറങ്ങിത്തിരിച്ചു. യേശുവിനെ വിളിച്ചു വരുത്തി സെഖിയോമാളി മുറിയിൽ ഇരുത്തിയപ്പോ അവനൊരു പ്രത്യാശ വന്നിട്ട് പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ യേശു ചെയ്തതിനേക്കാളും വലിയ അത്ഭുതം എന്റെ കൈ കൊണ്ട് നടക്കും. അവന്റെ പ്രത്യാശ ഭംഗം വന്നില്ല. അപ്പോസ്തലർ പ്രവൃത്തി 5-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം വരുമ്പോ എടുക്കണ്ട, അവന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമാകാൻ തുടങ്ങി. ഒരു പട്ടണം നോക്കി നിൽക്കുക. കൊർനെല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ശതാധിപനായ മനുഷ്യൻ, ഈ പട്ടണത്തിന് അടുത്ത ഗ്രാമത്തിലേക്ക് ആളിനെ വിടുക. എന്താ കാരണം എന്നറിയോ? പത്രോസ് എന്ന് പേരുള്ളവനെ വിളിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞ ആലോചനയുണ്ടല്ലോ, അതിന് ഭംഗം വരത്തില്ല കേട്ടോ. അത് നിന്റെ മേൽ വരിക തന്നെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നിന്നോടും നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് മാറിപ്പോകത്തില്ല കേട്ടോ. അത് നിന്റെ മേൽ വരിക തന്നെ. അതിന് ഭംഗം വരത്തില്ല, അതിന് ഭംഗം വരത്തില്ല, അതിന് ഭംഗം വരത്തില്ല. അല്ലെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയുക, കൊർനെല്യോസിന്റെ ഭവനത്തിനകത്ത് അവൻ പത്രോസിനെ ശുശ്രൂഷിക്കുമ്പോ ആയിരക്കണക്കിന് പേർ ആത്മാവിലാകുമ്പോ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടുക. ഒരു പട്ടണത്തിനകത്തിരിക്കുമ്പോ പത്രോസിനെ അന്വേഷിച്ച് 3-4 പേര് വരിക. ചോദിച്ചപ്പോ എല്ലാം പറഞ്ഞു, തവീത എന്ന് പറഞ്ഞ ഒരു പെൺകുച്ച് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ, അവൻ അരികിൽ വന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ അവൾ സൗഖ്യമോ. ഇന്ന് പകൽ പത്രോസേ, ഇന്ന് പകൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യാശിച്ചത് അത് ഭംഗം വരുവാനല്ല, അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവന്ന, അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവന്ന ഒരു പ്രത്യാശ നിങ്ങളുടെ അകത്ത് വെളിപ്പെടട്ടെ. ഈ കർത്തന ഓ നിശ്ചയമായിട്ട് എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്നോ, ദൈവം പറഞ്ഞു എന്റെ ഭവനത്തിൽ സംഭവിക്കുമെന്നോ, അത് ദൈവത്തെ സംഭവിക്കാൻ പോകുകയെന്നോ വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പകല് പ്രതികൂല കഷ്ടതയും വന്നാലും അതിനപ്പുറം എനിക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുമെന്ന്, ഒരു പ്രതിസന്ധിയുടെ അപ്പുറം ഒരു ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് പകൽ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ലെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രത്യാശ പ്രതികൂലത്തിലും ആരാധനയാകണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രതികൂലം വന്നാലും കഷ്ടത വന്നാലും എന്റെ കർത്താവിനെ വിട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നത് എൻ്റെ ഒരു വിഷയമല്ല. ഞാൻ അവന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാന്നറിയോ? അവൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഉണ്ടല്ലോ, അത് നിവൃത്തീകരിക്കപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇയ്യോബ് പ്രതിസന്ധി ഇന്ന് പകലിൽ ആത്മാവിനകത്തുറിയണം. പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഇയ്യോബ് പറയുന്ന ചില വാക്കുകൾ നിങ്ങളുടെ അകത്ത് കടന്നുകൊള്ളണം. അവൻ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടണമെന്ന് പറയുമ്പോ പരീക്ഷയിൽ കൂടെ പോകുന്നവൻ അവൻ ഉള്ള സമ്പത്ത് നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് അവൻ തല മുതൽ ഉള്ളംകാല് വരെ അവൻ വ്രണം കൊണ്ടിരുന്ന് ഓടിന്റെ കഷ്ണമെടുത്ത് ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോ അവനകത്തുനിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലമാണ് ഈ പരീക്ഷയ്ക്കപ്പുറേ എനിക്ക് വേണ്ടി ഒരു ദൈവിക കരുതലുണ്ടെന്ന് ഇയ്യോബിന്റെ അകത്ത് വെളിപ്പെട്ടിട്ട് ഇയ്യോബ് പറയുക. ഇയ്യോബിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇയ്യോബ് പറയുക, ദൈവം നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കുമെന്ന് അവന്റെ അകത്തൊരു വിശ്വാസം കിടക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്തറിയണം. ആമേ അവന്റെ സ്ഥിതിക്കകത്ത് പറയുക. അവൻ പറയുന്നു, യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നത് യഹോവ അവന് ഇരട്ടിയായി കൊടുത്തു. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണോ? ഇന്ന് ഈ സഭയ്ക്കകത്തിരിക്കുന്ന വിശ്വസിക്കാൻ റെഡിയാണോ? നിനക്കൊരു വിടുതലിനെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് താമസിക്കത്തില്ല, അത് നേരെ നിന്റെ അരികിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ ചെയ്യാൻ പോകുന്ന ഒരു അത്ഭുതമാണെന്ന്, അവന്റെ അരികിൽ വന്ന ഒരു വിടുതലാണെന്ന് ഇന്ന് പകൽക്കാലം 18 രക്തസ്രാവക്കാരി യേശുവിന്റെ കേൾവി കേട്ട് യേശുവിന്റെ അരികിൽ വന്നെങ്കിൽ, യേശുവിന്റെ തൊങ്ങലിത്തൊട്ട് സൗഖ്യമായെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയാ, ഞാൻ വന്നിരിക്കുന്നത് എന്റെ യേശുവിന് അരികിലാണ്. ഞാൻ അവനെ ആത്മാവിലും ഞാൻ അവനെ സത്യത്തിലും ആരാധിക്കാം. ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് വിളിച്ചു പറഞ്ഞ, എനിക്കുള്ള നന്മ വരുന്നുണ്ട്, എനിക്കുള്ള നന്മ വരുന്നുണ്ട്, എനിക്കുള്ള കാക്ക റെഡി ആയിട്ടുണ്ട്, എനിക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് മാത്രം ആ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ആ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത്ഭുത വഴികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാപത്തിൽ വീണുപോകരുത്. ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നതിന്റെ കാരണം, ദൈവസന്നിധിയിൽ പ്രതികൂലങ്ങൾ വരാം,
പ്രതിസന്ധികൾ വരത്തില്ലെന്നല്ല പറഞ്ഞേ, നിന്ദകളും പരിഹാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും. അധികമായി ചിലപ്പോൾ നിങ്ങൾ പലതും കേൾക്കേണ്ടി വരും. പക്ഷെ അപ്പറേ അറിയണം, ഒരു വാഗ്ദത്തം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഓ ഹല്ലേലൂയ! എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ! ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ. അതുകൊണ്ട് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിനകത്ത് 126 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുക, സങ്കീർത്തനം 126:4, യഹോവ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കഴിയും. ആലയത്തിനകത്തൊരു കണ്ണീരോടെ വിതച്ചിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം വരെ ആർപ്പോടെ കൊയ്യുന്നൊരു കാലം നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഈ കാലത്തിനപ്പുറം ഒരു കൊയ്ത്തിന്റെ കാലം വരാൻ പോവുക. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്ന കറ്റ ചുമന്ന് ആർക്കുന്ന ഒരു കാലം വരാൻ പോകുക. ഒരു നന്മ കൊണ്ട്, യേശുവിന് അരികിൽ വന്ന നന്മ കൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറയണം, അങ്ങനെ ഒരു കാലം വിദൂരമല്ല. അതെന്റെ ജീവിതത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേര് ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ട്? വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിന്നെ അനുഭവിക്കേണ്ട വന്നാലും ദൈവം തക്ക സമയത്ത് മാനിക്കുമെന്ന്, ആ ദൈവത്തെ ആരാധിക്കുമെന്ന് ആമി ഹൃദയത്തിനകത്ത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമി ഏറ്റവും കൂടുതൽ നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ബൈബിളിനകത്ത് നിന്നെ അനുഭവിച്ചൊരു സ്ത്രീ ഉണ്ട് കേട്ടോ. അവളുടെ പേര് സാറ എന്ന് പറയുന്നത്. ഹല്ലേലൂയ! സാറയെ പറ്റി പറയുമ്പോൾ ആമി ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിനകത്ത് ആമി സാറയെ കുറിച്ച് പറയുമ്പോൾ മച്ചിയായുള്ള ഭർത്താവായ അബ്രഹാം എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ നിന്ന ബൈബിളിനകത്ത് അനുഭവിച്ച ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ! അവരുടെ പേര് സാറ എന്ന. എന്നാൽ അവർ കണ്ണുനീരോടെ വിതച്ചെങ്കിൽ, കണ്ണുനീരോടുകൂടി ദൈവസന്നിധി നിന്നെങ്കിൽ, കണ്ണുനീരോടെ അബ്രഹാമും ആമി സാറയും വിശ്വസ്തയോടെ നിന്നെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നിരുമ്പോൾ യഹോവ അനന്തര യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. ഇന്ന് പകൽക്കാലം അറിയാം, വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാൽ നിന്നെ നിന്റെ തലമുറയെ സന്ദർശിക്കുന്ന കാലം അത് വിദൂരമല്ല കേട്ടോ. നീ ദൈവസന്നിധി നിന്ന വിശ്വസ്തയോടെ ആണെങ്കിൽ, ഇന്ന് പകൽ നീ കണ്ണുനീരോടെയാണ് ആരാധനയ്ക്ക് വന്നെങ്കിൽ, കഷ്ടതയ്ക്കകത്തും നീ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ളത് മഹത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആലയം നിന്നെ സന്ദർശിക്കുന്ന സമയം അധികം ദൂരമല്ല കേട്ടോ. അധിക സമയം മുന്നോട്ട് പോകത്തില്ല. ആമി സാറയോട് സാറയും അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവരാ. നാളുകൾ കഴിയാൻ തുടങ്ങി. 75-ാമത്തെ വയസ്സിനകത്ത് ആമി അബ്രഹാം ദൈവശബ്ദം കേട്ടെങ്കിൽ, ആമി 25 വർഷക്കാലം നിൽക്കുമ്പോൾ ഒരു പരീക്ഷയുടെ കാലമാറ്റമാണെങ്കിൽ 25-ാമത്തെ വർഷത്തിൽ ആമി സാറയുടെ അരികിലേക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം അയച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം ആമി കാലം മുന്നോട്ട് പോയാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. ആമി കാലം മുന്നോട്ട് പോയാൽ ആത്മാവിന്റെ നിറവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, പിന്നോട്ട് നടക്കുന്നവർക്ക് വേണ്ടിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, മുന്നോട്ട് നടക്കുന്നവരെ കാണുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്നവർ, രാത്രിയുടെ യാമകൾ ദൈവത്തെ നിലവിളിക്കുന്നവരുണ്ടോ? നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന പ്രവർത്തിക്കുന്നുണ്ട്. മാമ്പ്രയുടെ തോട്ടത്തിനകത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ അബ്രഹാം ആമി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറയുടെ അരികിൽ വരികയാ. ആമി അരുളിച്ചത് സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു, ദൈവം നിന്നോട് പറഞ്ഞു വാഗ്ദത്തമുണ്ടല്ലോ, അതൊന്നും മാറിപ്പോകത്തില്ല. പക്ഷെ നീ മാമ്പ്രയുടെ തോട്ടത്തിൽ കാണണം കേട്ടോ. നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, അത് നിന്നത് ദൈവസഭ ഏത് സഭയാണോ ആ സഭയ്ക്കകത്താ നീ നിന്നുകൊണ്ട് വാഗ്ദത്തം കേട്ടെങ്കിൽ, ആ സഭയും തന്നെ നിനക്കൊരു അനുഗ്രഹമുണ്ടോ. അതിന്റെ പുറത്തെ കാര്യം എനിക്കറിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് ഞാൻ വിളിച്ചത്, ആത്മാവ് നിന്നോട് പറഞ്ഞത് ആമീ നിവർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ! വാഗ്ദത്തം നിവർത്തീകരിക്കാതിരുന്നിട്ട് പുറത്തിറങ്ങി അതും ഇതും പറഞ്ഞ് നടക്കല്ലേ കേട്ടോ. നീ എവിടെ ഇരുന്ന് കേട്ടോ അവിടെ വന്നിരുന്നാൽ നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിനക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ, മടങ്ങിപ്പോയി ഇരിക്കാൻ തയ്യാറാക. ഹല്ലേലൂയ! ഇത് ദൈവത്തിന്റെ ശാപം വിളിച്ചു വരുത്തല്ല, ദൈവത്തിന്റെ അനുഗ്രഹം വിളിച്ചു വരുത്തുക. ദൈവ കൃപ നിന്റെ മേൽ വരണമെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാവ് തിരിച്ചറിയണം. ദൈവം ചില വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ, ദൈവ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ വാർദ്ധക്യത്തിൽ കടന്നാലും ആമി ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിന്റെ അനുഗ്രഹം മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോ ആമി പറയുന്നു, അബ്രഹാം വയസ്സ് ചെന്നു വൃദ്ധനായി, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. വിളി കേട്ടിറങ്ങിയവൻ, ദൈവശബ്ദം കേട്ടിറങ്ങിയവൻ,
ദൈവത്തെ ആമേ പിന്നോട്ട് തിരിഞ്ഞു നോക്കാത്തവൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ. ഹല്ലേലൂയ. ഒരുപാട് ചോദിച്ചു, അബ്രഹാമേ ഇറങ്ങിത്തിരിച്ചില്ലേ? ഈ കിളവിയായ സാറയെ, കിളവനായ അബ്രഹാമേ നീ ഇറങ്ങിത്തിരിച്ചു, നിനക്ക് ദൈവം പിള്ളയെ തരുമെന്ന്. എവിടുന്ന് വരാനാ? എവിടുന്ന് നിനക്ക് പിള്ളേ കിട്ടാനാ? ആമി ലോകം മുഴുവൻ പറഞ്ഞു. പക്ഷെ ഒരു നാളിൽ ഞാൻ വിശ്വസിക്കുന്ന ഇതാ, ഒരു നാളിൽ ഒരു ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചു. ഇസഹാക്ക് വിതച്ചത് 100 മേനിയായി. 100 മേനിയായപ്പോൾ ചോദിച്ചു, ഈ ചെറുക്കൻ ഏതാ ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് നമ്മൾ കളിയാക്കി വിട്ട അബ്രഹാമും സാറയില്ലേ മച്ചിയെന്ന് വിളിച്ചേ, അവിടെ മകനാ കേട്ടോ. അവൻ കൈ തൊടുന്നല്ലോ അനുഗ്രഹമാ. ഇന്ന് പകൽക്കാലം നീ നിന്റെ തലമുറ അനുഗ്രഹമായി മാറും. ആമി നീ വിശ്വസ്തരെന്ന് വെളിപ്പെടുത്തിയ, നീ വിശ്വസ്തരെന്ന് വെളിപ്പെടുത്തിയ, നീ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തിയ. ഇവിടെ പറയുന്നു, അബ്രഹാം വയസ്സിന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹത്തെ? അങ്ങനെ ഒരു അനുഗ്രഹത്തെ എത്ര പേർ ഈ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ആമി ശാപം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുത്ത്, ദൈവത്തെ ആരാധിക്കാനുള്ള ആരാധനയ്ക്ക് ഒരു ഭംഗവും വരാതെ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നിന്റെ വാതിലുകൾ ദൈവം തമ്പുരാൻ തുറക്കുക. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സങ്കീർത്തനം 60-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയുക. ആമീൻ. ദൈവത്താൽ, ആമീൻ, ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ദൈവം പറഞ്ഞ വാക്കിന് അക്ഷരമ്പതി കേൾക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം പറഞ്ഞ് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് കാണുന്ന സ്ഥിതി 2026 കാണത്തില്ല. ഇന്ന് കാണുന്ന കഷ്ടത 2026 നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ഇന്ന് അനുഭവിക്കുന്ന നിന്ന നീ അനുഭവിക്കേണ്ട വരത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് ദൈവം നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. നമ്മുടെ പ്രതികൂലമായി നിൽക്കുന്ന, പ്രതിസന്ധിയായി നിൽക്കുന്ന ആമി പ്രതികൂലങ്ങളെ മായ്ക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് ധൈര്യത്തോടെ ഇത് വിശ്വാസത്തോടെ വിളിച്ചു പറയണം, പ്രതിസന്ധിയുടെ മുന്നിലും ഉറങ്ങാൻ ദൈവം ഒരു കൃപ വരും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വലിയ പ്രതികൂലങ്ങളൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ഹല്ലേലൂയ, ആമി ഉറക്കം വരത്തില്ല. പണ്ടേ ജനത്തിന് ഉറക്കം വരത്തില്ല. എവിടെയാണെന്നറിയോ? അവിടെ ദാവീദ് ഒരിക്കൽ സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണവുമായി പോയി ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുന്ന അച്ചാച്ചന്മാർക്ക് ഭക്ഷണമായിട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ, അച്ചാച്ചന്മാർക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട. കാരണം അവർ പേടിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, അവർ ഭയത്തിൽ നിൽക്കുക. ഇന്ന് പകൽക്കാലം പറയണം, നിനക്ക് പ്രതിസന്ധി വരുമ്പോഴും നിന്നെ ഹല്ലേലൂയ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? പ്രതിസന്ധി വന്നാലും, പ്രതികൂലം വന്നാലും, ഇന്ന് പകൽക്കാലം സങ്കീർത്തനം 3:5 പറയുന്ന പോലെ, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുക, ഞാൻ ഉണർന്നു മരിക്കുന്നു. ചിലർ പറയും, ഇന്ന് രാത്രി കൊണ്ട് ചില പ്രശ്നമുണ്ട് കേട്ടോ, അവൻ ജീവനോടെ ഇരിക്കുകയല്ല, അവന്റെ ശ്വാസം വലിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കേ. പണ്ടൊരു മനുഷ്യന്റെ വീട്ടിൽ ഞങ്ങൾ കടന്നുപോയി കേട്ടോ. ആ മനുഷ്യൻ ഓക്സിജൻ കൊണ്ട് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന, മരണത്തോട് അടുത്തിരിക്കുന്നവർ വിളിച്ചു പറഞ്ഞു. കാരണം വിശ്വാസിയാ, പ്രാർത്ഥനക്കാരിയൊക്കെയാ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, അധികമൊന്നും മുന്നോട്ട് പോകത്തില്ല, അച്ചായന്റെ ജീവിതം കഷ്ടമാണ്, ഒരു ക്യാൻസറിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്, കുറച്ച് ദിവസങ്ങളെ പോകുള്ളൂ. പക്ഷെ ഞങ്ങൾ എന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ചായന്റെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചോ. ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ഞങ്ങളുടെ കൂടെ ഒരുവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂടെ ഒരുവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുക, നിന്റെ കൈകൾ കൊണ്ട് ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുക. ഇന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? നീ തകർന്നു പോകാൻ, ദേശത്ത് താളടിയായി പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രശ്നത്തിന്റെ മധ്യത്തിൽ ഞാൻ കിടന്നുറങ്ങും. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് പറഞ്ഞ, ശത്രുക്കൾ കാണുക എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ശത്രു നോക്കിയിരിക്കുമ്പോ നല്ല ഭക്ഷണം തന്നെ പോറ്റുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ അറിയണം, എന്നെ വിളിച്ചത് അവൻ അനുഗ്രഹത്തിലേക്ക്, എന്നെ വിളിച്ചത് ശാപത്തിലേക്കല്ല, ഞാൻ ഒരു അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലമുണ്ട്? അതുകൊണ്ട് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? അത്ഭുതത്തെ കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അത്ഭുതങ്ങളെ കാണണമെന്ന് വരികയിൽ, അടയാളത്തെ കാണണമെന്ന് വരികയിൽ, ഒരു ദൈവിക വിടുതൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് വരികയിൽ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കണം.
ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കണം. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്ക് ദൈവസിംഹാസനത്തിന്റെ വലത്തുവശത്തിരിക്കുകയും ചെയ്തു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയുന്നത്, നിങ്ങൾ ആരെ നോക്കാനാ ബൈബിൾ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കണം. യേശുവിന് വിശ്വാസം ഉണ്ടായിരുന്നു. യേശു വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു. പത്രോസിനെ വിളിച്ചു, യോഹന്നാനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചിട്ട് യേശു പറഞ്ഞു, ദുഷ്ടന്മാരുടെ കൈകളിൽ ഞാൻ അകപ്പെടും കേട്ടോ, പക്ഷെ 3-ാം ദിവസമുള്ളൂ ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പീലാത്തോസെ, നീ എത്ര പടയാളിയെ വെച്ചാലും എത്ര വലിയ കരിങ്കല്ല് കൊണ്ട് വാതിലടച്ചാലും വാഗ്ദത്തം ഉള്ളവനെ തകർക്കാൻ പറ്റത്തില്ല കേട്ടോ. വാഗ്ദത്തം ഉള്ളവന് വേണ്ടി ഏത് മന്ത്രവാദി എത്ര മന്ത്രക്കാരന് കെട്ടിയാലും ഏത് ആഭിചാരക്കാരൻ കെട്ടിയാലും അവൻ എവിടെല്ലാം കെട്ടിയാലും വാഗ്ദത്തത്തിന്റെ സമയമാകുമോ അതിന്റെ വാതിൽ തനിയെ തുറക്കപ്പെടുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഈ ഹോളിനകത്ത് ഏറ്റെടുക്കുന്നുണ്ട്? നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ തനിക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന വാഗ്ദത്തത്തെ ഓർത്തിട്ട്, തനിക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന നന്മ ഓർത്തിട്ട് അവൻ പറയുന്നു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിൽ കിടന്നത്, നഗ്നനായി ക്രൂശിൽ കിടക്കുമ്പോഴോ അവന്റെ ശരീരം മുഴുവൻ അടിച്ചു തകർക്കുമ്പോഴോ അവന്റെ കൈകളിൽ ആണിയടിക്കപ്പെടുമ്പോൾ മുൾക്കിരീട് ചൂടപ്പെടുമ്പോഴോ അവന്റെ മുഖത്തെ രോമം വലിച്ചു പറിക്കുമ്പോഴോ അവൻ അതിനെ കണ്ടില്ല. അവൻ ഒന്നേ കണ്ടുള്ളൂ, അവന്റെ മേൽ ദൈവമിട്ട വാഗ്ദത്തത്തെ അവൻ കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലമാണ്. നിന്നെ കുറ്റം പറഞ്ഞു നടക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നിന്നെ അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, അതിനപ്പുറം നിനക്ക് വേണ്ടി ദൈവം വെച്ച വാഗ്ദത്തം അത് നിന്റെ മേൽ വരാൻ പോകുകയാണ്. അത് നിന്റെ മേൽ വരാൻ പോകുകയാണ്. നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നാട്ടുകാർ നിന്നെ കുറിച്ച് അപവാദം പറയട്ടെ, നീ കള്ളനെന്ന് പറയട്ടെ, നീ കള്ളപ്രവാചകൻ എന്ന് പറയട്ടെ, നീ ഗുണമില്ലാത്തവരെന്ന് പറയട്ടെ, പക്ഷെ ദൈവം നിന്നെ കുറിച്ച് ഒരു വാഗ്ദത്തം വിട്ടിട്ടുണ്ട്. അത് നിന്റെ മേൽ വരുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ മാത്രം കരങ്ങളെ അടിച്ച് ആ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പോലെ എന്റെ മേലിട്ട വാഗ്ദത്തമുണ്ടെങ്കിൽ അത് വരുമെന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിന്റെ മേലിട്ട വാഗ്ദത്തമുണ്ടോ അത് വരിക തന്നെ ചെയ്യുക. അതിനെ തടയുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല, ഒരു ശക്തിക്കും പറ്റത്തില്ല. കാരണം ഞാൻ വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ഓടി ജയമെടുത്തെങ്കിൽ ഇന്ന് പകൽ അറിയണം, ഈ വാഗ്ദത്തം ഞങ്ങൾക്കുള്ളതാ. ഇത് ഞങ്ങളുടെ മേൽ വരും, ഇത് ഞങ്ങളുടെ മേൽ വരും. ഇന്ന് കാണുന്ന കേട്ടോ, ഇന്ന് കാണുന്ന കേട്ടോ, ഇന്ന് കാണുന്ന കേട്ടോ, ഇന്ന് കാണുന്ന പരിഹാസം കുറച്ചേ ഉള്ളു കേട്ടോ. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുക. എത്ര പേർ ആമീൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തുമെന്ന് എത്ര പേർ ഹല്ലേലൂയ ഇന്ന് പകൽക്ക് എത്ര പേർ വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണ് ആരിലേക്ക് വരണം? ഇന്ന് പകൽ കഷ്ടതയിൽ കൂടെ പോകുമ്പോഴും അവങ്കിലേക്ക് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. 34-ാം അധ്യായം 34 സങ്കീർത്തനം 34:5 പറയുക, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. എന്നിട്ടോ അവരുടെ മുഖം എന്നും ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ദൈവത്തിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോകത്തില്ലെന്ന് എത്ര പേര് ധൈര്യത്തോടെ പറയും? അവങ്കിലേക്ക് നോക്കിയവർ. ഇന്ന് പകൽക്കാലം ചിലരൊക്കെ പറയും, നിന്റെ കുഞ്ഞുങ്ങളൊന്നും രക്ഷപ്പെടത്തില്ല. ഓ, നിനക്കിതൊക്കെ പോകാൻ പറ്റുള്ളൂ, നിന്റെ തലമുറ എങ്ങനെ നീ പഠിപ്പിക്കുന്നു? ഇങ്ങനൊക്കെ പോകത്തുള്ളൂ കേട്ടോ, മുന്നോട്ട് പോകത്തില്ലെന്ന് നാട്ടുകാർ പ്രവചിക്കും. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഉയർത്തി മാനിക്കുന്ന കാലം വിദൂരമല്ല കേട്ടോ. നീ എനിക്ക് വേണ്ടി നിന്നതാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ സഹോദരന്മാരിൽ അധികമായി, നിന്റെ ചാർച്ചക്കാരിൽ അധികമായി ഞാൻ നിന്നെ അഭിഷേകം കൊണ്ട് നിറച്ച് ഇന്ന് പകൽക്കാലം അഭിഷേകം കൊണ്ട് നിറച്ച് അഭിഷേകം കൊണ്ട് നിറച്ച് നിന്റെ മേലിട്ട വാഗ്ദത്തത്തെ ഞാൻ പൂർത്തീകരിക്കപ്പെടും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനറിയണം, ചില പൊട്ടക്കിണറിന്റെ അനുഭവം വന്നാൽ, ചില നിന്ദയുടെ അനുഭവം വന്നാൽ, അതിനപ്പുറം എനിക്ക് വേണ്ടി ഒരു വാഗ്ദത്തം വിട്ട ഒരു ദൈവമുണ്ടെന്ന് സാഹചര്യങ്ങളെ നോക്കാതെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക. ഞാൻ നോക്കിയത് അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി എന്റെ മുഖം ലജ്ജിക്കത്തില്ല, എന്റെ മുഖം ലജ്ജിക്കത്തില്ല, എന്റെ മുഖം ലജ്ജിക്കത്തില്ല. നിങ്ങൾ കള്ളനെന്ന് വിളിച്ചാൽ, അവൻ കള്ളപ്രവാചകൻ എന്ന് വിളിച്ചാൽ എനിക്ക് വിഷയമല്ല. ഞാൻ കണ്ടത് എന്റെ യേശുവിനെ ആണെങ്കിൽ, ഓ ദേശമല്ല നിന്നെ കുറിച്ച് പ്രവചിക്കുന്നത്. പ്രവചിച്ച ഒരുവനുണ്ട്. ദേശമല്ല പ്രവചിക്കുന്നത്.
Oh, hallelujah, hallelujah, hallelujah. യേശുവിനെ നോക്കി നാട്ടുകാർ പ്രവചിച്ചു, ഇത് തച്ചന്റെ മകനല്ലേ, ഇത് മറിയയുടെ മകനല്ലേ, ഇവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലേ? സ്വർഗം പറഞ്ഞു അത്യുന്നതന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടാം. ഇന്ന് സ്വർഗം പറയുക, ഇവൻ എന്റെ പുത്രനാ, ഇവൻ എന്റെ പുത്രനാ, ഇവൻ എന്റെ പുത്രനാ. സ്വർഗം വിളിച്ചു പറയുന്നെങ്കിൽ ഇന്ന് മകൾ വിളിച്ചു പറ, വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. വാഗ്ദത്തമുള്ളവനെ, വാഗ്ദത്തമുള്ളവനെ ഇന്ന് പകൽ വിശ്വസിച്ചു. വാഗ്ദത്തമുള്ളവന്റെ പേര്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബൽഖന റഖൽസര വൈഡവരക്ഷദൽ റോതല റോയി അന്തരെ റീബൽഖന വേവാൽഖന വൈഡവരക്ഷദൽ. ദൈവ കരുതാവെന്ന് പറഞ്ഞെങ്കിൽ ദൈവം കരുതും. ദൈവം കരുതാവെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം കരുതും. പക്ഷെ അകത്തൊരു വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുമായി യേശുവിനെ നോക്കണം. യേശു ഓടി ജയമെടുത്തെങ്കിൽ ഇന്ന് ഞാനും ജയമെടുക്കുക. ഞാനും ജയമെടുക്കുക. എൻ്റെ മേൽ ദൈവം ഇട്ട വാഗ്ദത്തം വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നീ രാജ്യങ്ങളപ്പുറം നീ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം നോക്കണ്ട കേട്ടോ. പണ്ടൊരു ആശാരി ഉപദേശി ഉണ്ടായിരുന്നു കേട്ടോ. ആശാരി ഉപദേശി ആശാരി ഉപദേശിയുടെ സാക്ഷ്യത്തിനകത്ത് ആശാരി ഉപദേശി പറഞ്ഞു, ചില വീടുകളുടെ പുറകെ കൂടെ സഞ്ചി നോക്കി നടക്കേണ്ടവനായിരുന്നു. ഇന്ന് അമേരിക്കയെ കൊണ്ട് എന്നെ നിർത്തിയത് എന്നാന്നറിയോ? എൻ്റെ മേൽ ദൈവമിട്ട വാഗ്ദത്തമാ. ഇന്ന് പകൽക്കാലം വരുന്ന വിദ്യാഭ്യാസം അല്ല വിഷയം, ബൈബിൾ കോളേജ് അല്ലെന്ന വിഷയം, എന്റെ മേലിട്ട ദൈവത്തിന്റെ വാഗ്ദത്തമാ. ഓ വിശ്വസിക്ക്, നിനക്ക് വേണ്ടി വാതിൽ തുറക്കും ദൈവം. നിനക്ക് വേണ്ടി അത്ഭുത വാതിൽ തുറക്കും. ഇന്ന് പകൽ നിന്റെ മേൽ അഭിഷേകത്തിനുണ്ടെങ്കിൽ ഇന്ന് പകൽ അഭിഷേകം ചില മുഖങ്ങളെ തകർക്കും. യേശുവിന്റെ നാമത്തിൽ, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മരുഭൂമിയിൽ ആരുടെ തീറ്റിയവനെ ആരും അറിഞ്ഞില്ല. മരുഭൂമിയിൽ ആരുടെ തീറ്റിയവനെ സഹോദരന്മാർ അറിഞ്ഞില്ല. ഒരു പ്രവാചകൻ ചെന്നിട്ട് ചോദിക്കുക, ഇനിയും നിനക്ക് വേറെ മക്കളുണ്ടോ എന്ന്. ഉണ്ടുണ്ട്, ഒരുത്തനുണ്ട്. അവൻ മരുഭൂമിയിൽ ആരുടെ തീറ്റാൻ പോയിരിക്കുക. അവൻ വരട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് പകലറിയാം ദൈവവിളി ഉള്ളവരെ തമ്പുരാൻ കൊണ്ടുവരാൻ പോകുന്നത്. ദൈവവിളി ഉള്ളവനെയാ നിന്റെ മേൽ അഭിഷേകം വിട്ട്. ദൈവവിളി ഉള്ളതുകൊണ്ടാ നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാ ഈ പകൽ അത് ഏറ്റെടുത്തു. അത് നിന്റെ മേൽ വരാൻ പോകുകയാ. ദാവീദിനെ അടുത്ത് വിളിച്ചപ്പോ ദൈവം ഒരു അഭിഷേകം ദാവീദിനെ ചെയ്തെങ്കിൽ സഹോദരന്മാർ നോക്കി നിൽക്കെ അവർ രാജകൊട്ടാരത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചെങ്കിൽ ഇന്ന് വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നത്. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ വാഗ്ദത്തങ്ങൾ റിലീസ് ചെയ്യട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ പുറകോട്ട് ചലിക്കല്ല, പുറകോട്ട് ചലിക്കല്ല, പുറകോട്ട് ചലിക്കല്ലേ, പുറകോട്ട് ചലിക്കല്ലേ, പുറകോട്ട് ചലിക്കല്ലേ. ചിലർ വീണ് പോയെടുത്താ നീ എഴുന്നേക്കാൻ പോകുന്നത്. ചിലർ വീണ് പോയെടുത്താ നീ എഴുന്നേക്കാൻ പോകുന്നത്. ചിലതൊക്കെ വീണുപോയി. വാഗ്ദത്തം കിട്ടിയിട്ടും ചിലതെല്ലാം വീണുപോയി. വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ നിന്നിട്ടും ചിലതെല്ലാം വീണുപോയി. അതിനകത്തുനിന്നുണ്ട് ഞാൻ ഈ ദൈവസഭയോട് ദൂത് പറയുന്നത്. വാഗ്ദത്ത തലയ്ക്ക് മേൽ വീണിട്ടും അപമാനിക്കപ്പെടേണ്ടി വന്നതിന്റെ കാരണം ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചതുകൊണ്ടാ. ഇന്ന് പകരം കഷ്ടതയ്ക്കകത്തൂടെ പോകേണ്ടി വന്നാലും നിന്നയ്ക്കകത്തൂടെ പോകേണ്ടി വന്നാലും എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചിറക്കി കാണുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും പത്രോസിനരികിൽ വന്ന് പടയാളികൾ നോക്കി നിൽക്കുമ്പോഴും നേരം വിളിക്കുമ്പോൾ ഫറവോൻ കൊല്ലാൻ പ്ലാൻ ചെയ്യുമ്പോഴും പത്രോസിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകലറിഞ്ഞു രാത്രി നിനക്കുള്ള ദൂതൻ ഇറങ്ങിയിരിക്കുക. ഈ രാത്രി നീ വിശ്വസിച്ചു നിനക്കുള്ള ദൂതൻ ഇറങ്ങിയേ മതിയാകത്തുള്ളൂ. ദൈവം ഒരു വാഗ്ദത്തം പത്രോസിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, പത്രോസ് നീ വൃദ്ധനാകാതെ നിന്നെ ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. നിന്റെ മേൽ ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതു. അത് നിന്റെ ഭവനത്തിനകത്ത് വരും, അത് നിന്റെ തലമുറയ്ക്കകത്ത് വരും, അത് നിന്റെ കുഞ്ഞുങ്ങളുടെ വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ വിശ്വാസത്തോടെ യേശുവേന്ന് വിളിച്ചെത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ മഹത്വം ഈ ഹോളിനകത്ത് ഇറങ്ങുമ്പോ, അവന്റെ സാന്നിധ്യം ഈ ഹോളിനകത്ത് ഇറങ്ങുമ്പോ ഹല്ലേലൂയ എന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിനക്കൊരു നന്മയ്ക്ക് കുറവ് വരാതെ ഹല്ലേലൂയ എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ മത്തായി സുവിശേഷം 6:11 പറയുന്നത്, ഞങ്ങൾക്കുള്ള ആഹാരം കർത്താവേ തരണം. ഞങ്ങൾക്കുള്ളത്
ഞങ്ങൾക്കുള്ളത് കർത്താവേ, ഞങ്ങളിന്ന് ചില പ്രതിസന്ധി കൂടെ പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ആഹാരം ഇന്ന് തരണം. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് കർത്താവേ ഞങ്ങൾക്ക് തരണം. അതിനൊരു മുട്ട് നീ വരരുത്. ആമി ഏലിയാവിരിക്കുമ്പോണ്ടല്ലോ, ഏലിയാവിരിക്കുമ്പോൾ മലങ്ങൾ തീർന്നു പോയി. എല്ലാം തീർന്നു പോകുമ്പോ ഏലിയാവിനെ തേടി വരുന്നൊരു കാക്കയെ അറിയാം. അല്ലെങ്കിൽ എന്ന് പറയാമല്ലോ, ഏലിയാവിന് വേണ്ടി ഭക്ഷണവുമായി വന്നൊരു കാക്കയുണ്ടെങ്കിൽ എന്നതാ കാരണം എന്നറിയോ? ഏലിയാവിന്റെ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. ഏലിയാവിന്റെ ദൈവം ഒരു കാത്തുണ്ട്. തോട് പറ്റിയാലും നിനക്കുള്ള ഉറവ പറ്റത്തില്ല കേട്ടോ. വാഗ്ദത്തമുള്ളവൻ അറിഞ്ഞോളാം. ദേശം മുഴുവൻ കോവിഡ് വന്നാൽ, ദേശം മുഴുവൻ സുനാമി വന്നാൽ, ഭൂചലനം ഉണ്ടായാൽ നിന്നെ കരുതാവുന്നൊരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ കരുതിക്കോളാം ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു നിന്റെ മേലിട്ട് വാഗ്ദത്തത്തിനകത്ത് നീ അത്ഭുതത്തെ കാണാൻ പോകുക. വാഗ്ദത്തത്തിനകത്തൊരു അത്ഭുതത്തെ വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നു. ദൈവം ചില പ്രവൃത്തികൾ ഇന്ന് പകൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന് അകത്ത് നിങ്ങൾ അറിയണം. ദൈവത്തിൻ്റെ വചനത്തിന് ഒത്തിരി ഡിമാൻഡുകളുണ്ട്. ദൈവം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. കാലാകാലങ്ങളായി ദൈവം നിയോഗങ്ങളെ വെക്കും. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 20 വാക്യത്തിൽ പറയും, പിന്നെ അവർ അധികാരത്തെഴുന്നേറ്റു തെക്കേ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ ഇന്ന് വിളിച്ചു പറയാ, പ്രതിസന്ധിക്കകത്തും കണ്ണുനീരിനകത്തും വന്നാലും ദൈവത്തെ വിശ്വസിക്കുന്നവരായി മാറണം. എന്നിട്ട് പറയുക, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. എന്നിട്ട് പറയുക, അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ. എന്നാൽ നിങ്ങൾ കൃതാർത്ഥര. ദൈവ കാലാകാലമായി ദൈവത്തിന് സംസാരിക്കാനുള്ളത് ദൈവം ചില ദൈവഭൃത്യന്മാരെ ഇറക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, അത് ബൈബിൾ കോളേജിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നതല്ല, സ്വർഗത്തിലെ ദൈവം ഇറക്കിക്കൊണ്ടുവരുന്നതാ. തക്ക സമയത്ത് ചിലതിനെ കൊണ്ടു നിർത്തും ദൈവം തമ്പുരാൻ. ദൈവത്തിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലമാണ്. മോശെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി. മോശയെ കൊണ്ട് ദൈവം ഉപയോഗിക്കും. ചെങ്കടലെല്ലാം വിഭാഗിച്ചു. ഒരു ദിവസം മോശയോട് പറഞ്ഞു, മോശ നീ കയറി വാ. അവൻ മോശ മലയിലേക്ക് കയറി വന്നവൻ പറഞ്ഞു, ആ കാണുന്ന ദേശം നീ കണ്ടു, അത് കനാനാണ്. ഇവിടെ കൊണ്ട് നിന്റെ ശുശ്രൂഷ അവസാനിച്ചു. അടുത്തവന്റെ ഞാൻ കൈമാറാൻ പോകുക. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, ദൈവം ഒരുവനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവനോട് കൂടെ ദൈവം പറഞ്ഞു വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണം വരെ അവനോട് കൂടെ ദൈവമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഇവിടെ പറയുന്ന വാക്യം പറയുന്നു, യഹോവയിൽ വിശ്വസിപ്പീൻ. നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കും. ദൈവത്തിൽ വിശ്വസിച്ച ഉറച്ചു നിൽക്കും. സാഹചര്യം വിഷയമല്ല മക്കളെ. സാഹചര്യം പറയുമോ, എനിക്ക് അതുകൊണ്ടാ, എനിക്ക് സാഹചര്യം എനിക്ക് പ്രതികൂലമായോണ്ടാണ് ഞാൻ. സാഹചര്യം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് തടസ്സമല്ല. മഞ്ഞ് പെയ്താലും മഴ പെയ്താലും. ആമേൻ. ഈ തിരുവല്ലയുടെ ദേശങ്ങൾക്കകത്ത് പണ്ട് വിശ്വാസത്തിലിറങ്ങി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്. ആമേൻ. അവർ മഴയത്തും ഒരു ഒറ്റ വസ്ത്രം കൊണ്ട് മാത്രം കഴുകി ഒടുപ്പാക്കി അവർ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ടുണ്ട്. വണ്ടിക്കൂലി പോലില്ല, പട്ടിണി കിടന്ന് അവരിരുന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ പറഞ്ഞ് 40 ദിവസം ഉപവാസത്തിന് ഇരുന്നവരുണ്ട്. ഇന്നവരുടെ തലമുറകളെ ദൈവം തമ്പുരാൻ ഉയരത്തിൽ മാനിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരായി മാറണം. ദൈവത്തെ ഇവിടെ പറയുന്നു, യഹോവയിൽ വിശ്വസിപ്പീൻ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ. എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. ദൈവം തക്ക സമയത്ത് പ്രവാചകന്മാരെ ദൈവം നിർത്തും. അതാ ഞാൻ പറഞ്ഞു, ദൈവം വിളിച്ച് വേർതിരിച്ച് ചില ജനത്തെ നിർത്തും. അവർ പറയുന്നതിനെ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു വാതിൽ ദൈവം തുറക്കും. നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വാതിൽ തുറക്കും. അത് മനുഷ്യനല്ല, ഇല്ലാത്തതാണെങ്കിൽ അത് നൂലെ കെട്ടിയിടലും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അറിയണം. അതുകൊണ്ട് ശമരിയുടെ പട്ടണത്തിൽ എലീശ വിളിച്ചു പറയുന്നു, ഒരു തരി ആഹാരം എടുക്കാനില്ലാത്ത പറയുന്നു, 1 ശെക്കലിന് ചെയ്യാമാവ് നാളെ നേരം വെളുക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ അകമ്പടി നായകൻ പറയുന്നു, സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ നീ പറയുന്നത് സംഭവിക്കത്തില്ലെന്ന് പറയുമ്പോൾ എലീശ പറയും, നിനക്കത്
കാണുവാനുള്ള ഭാഗ്യമുണ്ടാവും, പക്ഷേ നിനക്ക് ഭക്ഷിപ്പാനുള്ള ഇന്ന് പകൽക്കാലം സകലതും ശൂന്യമാണെങ്കിലും ദൈവത്തെ വിശ്വസിപ്പാൻ റെഡിയാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് മന്ന അയച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, ഏലിയാവിന് വേണ്ടി യാഗപീഠത്തിന് തീ അയച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തെ തുറന്നു കൊടുത്തുണ്ടെങ്കിൽ, പത്മോസിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഇന്ന് പകൽ അണലി കടിച്ച് പൗലോസിന്റെ കൈ തൂങ്ങിയിട്ട് അനർത്ഥം വരാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാം. ആമി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നീ ആരാധിക്കുന്നവരിൽ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരായി ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ കഴിവല്ല, ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, യഹൂദയിൽ, ശമര്യയിൽ, ലോകത്തിന്റെ അറ്റത്തോളം നീ പോകുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞെങ്കിൽ, ഇന്ന് നിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ട കേട്ടോ. ആശാരി ഉപദേശി വിളിച്ചു പറഞ്ഞോളൂ, ഞാൻ വിളിച്ചു പറയാ, അവനെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. അവനെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥന മാറണം, നിങ്ങളുടെ ശൈലി മാറണം, ദൈവസന്നിധി നിങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 7-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് വേണ്ടി തുറക്കുന്ന ഒരു ദൈവം. ആമേ ആമേ. ഇന്ന് ആത്മാവിന് വേണ്ടി യാചിക്കുന്നവരാണോ? ആത്മാവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണോ? ആമി യാചിക്കുന്നവൻ അത് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. ആമി അന്വേഷിക്കുന്നവൻ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. മുട്ടുന്നവന് വേണ്ടി ദൈവസന്നിധിയിൽ ആമി മടികൂടാതെ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്നവൻ, ആമി സീരിയൽ കാണുന്നതിനേക്കാൾ, സിനിമ കാണുന്നതിനേക്കാൾ, ആമി മറ്റു കാര്യങ്ങൾ ഇടപെടുന്നതിനേക്കാൾ, ഫോൺ വിളിച്ച് കുറ്റം പറയാൻ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവന്റെ സന്നിധിയിൽ ആ ബൈബിൾ തുറന്നുകൊണ്ടൊന്ന് ഇരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കും കേട്ടോ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തറിയണം, ആമി ഹല്ലേലൂയ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വചനത്തിനകത്ത് നിങ്ങൾ ആഴത്തിൽ കിടക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്കുള്ള മുത്തിനെ ദൈവം തമ്മിൽ തരുവാൻ തുടങ്ങും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളെ അകത്തറിയണം. നിങ്ങൾ യാചിക്കുന്നവരും ആമി ഹല്ലേലൂയ അവനെ അന്വേഷിക്കുന്നവരും ആമി വാതിൽക്കൽ മുട്ടുന്നവരുമാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരും. ആമി വിശ്വാസത്തിനകത്ത് നിന്ന് ആമി അവന്റെ വിശ്വാസം ഭംഗം വരാതിരുന്ന പത്രോസ് അപ്പോസ്തലനുണ്ട്. തകർന്നു പോയവനായിരുന്നു. യേശുവിന്റെ മരണത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരുമ്പോ ഇച്ചിരി പോകുന്ന പെങ്കൊച്ചിന്റെ മുന്നേ ഒരു തള്ളിപ്പറഞ്ഞവളാ. അവൻ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോയി. അതിനുശേഷം ഒരു മീൻ പിടിക്കാൻ പോയി. പടക് ശൂന്യമായി. യേശു പടകിനെ നിറച്ചു കൊടുത്തു. യേശു വിളിച്ച വാഗ്ദത്തം കേൾപ്പിച്ച് പറഞ്ഞു, എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം കേട്ടോ. പത്രോസ് അപ്പോസ്തലൻ കാത്തിരിക്കാൻ റെഡിയായി. ഹല്ലേലൂയ. സെഖിയോമാളി മുറിക്കകത്ത് കയറിയിരുന്നു. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകരുവാൻ തുടങ്ങി. അവരുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആമേൻ, വിളിച്ചവൻ വിശ്വസ്തനാ കേട്ടോ. അവൻ എൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. വിളിച്ചവൻ വിശ്വസ്തനാ. ആമേൻ. ആദ്യത്തെ പ്രസംഗത്തിൽ 3000 എണ്ണം മാനസാന്തരപ്പെട്ട് അകത്ത് കയറുമ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, അടുത്ത അത്ഭുതങ്ങൾ കാണാൻ പോകുക. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് വന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഇവിടെ വചനം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം പറയാം. അപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കൈ വെള്ളിയില്ല, പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ തരികയാ, നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോ അവനെ വലങ്കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചോ. ക്ഷണത്തിൽ അവന്റെ കാലുകളും നരിയാണികൾ ഉറച്ചെങ്കിൽ നീ ഇന്ന് വിശ്വാസത്തിൽ ഭംഗം വരാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയായിക്കോ. നിന്നെ ദൈവം ചില മണ്ഡലങ്ങളെ ഉപയോഗിക്കാൻ പോകുക. ദൈവം നിന്റെ പേരിനെ വിശാലമാക്കുക, നിന്റെ അതിരിനെ വിശാലമാക്കുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞോ, അത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുക തന്നെ. നാട്ടുകാർക്ക് അസൂയ തോന്നുന്ന പോലെ ഞാൻ നിന്റെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തലമുറയ്ക്കകത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയാം, പരീക്ഷയുടെ കാലഘട്ടം വന്നാൽ പിന്മാറിപ്പോകല്ല കേട്ടോ. പരീക്ഷയുടെ പ്രതികൂലത്തിന്റെ കാലഘട്ടം വന്നാൽ പിന്മാറിപ്പോകല്ല. പിശാച് പലതും നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയുക, പിശാച് നിന്റെ അകത്ത് പല കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പുറത്തിറങ്ങിയവൻ പലതും നിന്നെ കുറിച്ച് കുറ്റം പറയുക. ആമി നീ പുറത്തിറങ്ങിയവൻ വിളിച്ചു പറയുക, നിങ്ങളുടെ ദൈവദാസൻ ഒരു സ്നേഹമില്ലാത്തവനാ, അവൻ ഒന്നുമില്ലാത്തവനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊന്നുമല്ല നിങ്ങളുടെ സബ്ജക്ട്. നിങ്ങളുടെ സബ്ജക്ട് ആമി വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. നിങ്ങൾ എന്നെയല്ല നോക്കേണ്ടത്, ഞാൻ നോക്കുന്ന ഒരുവനുണ്ട്, ഞാൻ കാണിച്ചു തരുന്ന ഒരുവനുണ്ട്. അതെന്റെ കർത്താവാ. അവൻ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടവനാ. അവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാ. അവൻ പോയ പോലെ മടങ്ങി വരുന്നുണ്ട്. അവൻ എന്നെ ചേർക്കാൻ വരുന്നു. അവനൊരു വാസസ്ഥലം പണിയുന്നുണ്ട്. എന്റെ കണ്ണ് അവനിലേക്കാണെങ്കിൽ നീ ലജ്ജിച്ചു പോകേണ്ട വരത്തില്ല കേട്ടോ. എന്റെ മുഖത്തേക്ക് നോക്കുവാനല്ല, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവന്റെ മുഖത്തേക്ക് നോക്കിയാ
ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാം. ഹല്ലേലൂയ. നീ ആമേ നിന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു നിന്റെ ഭവനത്തിനകത്ത് ദൈവിക വിടുതൽ നടക്കുക. പുറത്തിറങ്ങിയവന്റെ കാര്യം എന്നാണെന്നറിയോ? വാക്തത്വം കട്ടായി പോയത് കൊണ്ട് അവൻ പിറുപിറുക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? വാക്തത്വം കട്ടായി പോയതുകൊണ്ട് അവൻ വിശ്വസിച്ചത് പുറത്തോട്ടിറങ്ങിയാലും അത്ഭുതം നടക്കുന്നു. പുറത്തോട്ടിറങ്ങിയാൽ ഒന്നും നടക്കത്തില്ല. ദൈവമഹത്വം ഇറങ്ങുന്നിടത്ത് ഇരുന്നാലേ ആമി മഴ പെയ്യുന്നിടത്ത് ഇരുന്നാലേ മഴയുടെ അനുഭവം വരത്തുള്ളൂ. ഇന്ന് പകലെ ആത്മാവിനകത്ത് അറിയണം കേട്ടോ. ആമി ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഈ സഭയ്ക്കകത്തുനിന്ന് വിളിച്ചു പറയാം, ഞാൻ നിങ്ങളെ പൊന്നും വെള്ളിയും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ വിടുവിച്ച് ഒരുവനുണ്ട്, അവനെ മാത്രമത്ര ഞാൻ സ്തോത്രം പറയുന്നത്. അവന് വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അവനെ മാത്രം കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്കൊരു കഷ്ടത വന്നാൽ തക്ക സമയത്ത് കാക്ക അയക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയാം, ഞാൻ ഉയർത്തുവാനുള്ള ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ. അതിന്റെ യേശു കർത്താവിന്റെ നാമമാണ്. എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവന്റെ നാമത്തെ ഇന്ന് പകലും ഞാൻ ഉയർത്തുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പത്രോസ് പറയുക, പൊന്നും വെള്ളിയും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിലുള്ള നസറണം യേശുവിന്റെ നാമമാ. ഹല്ലേലൂയ. നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോ ഹല്ലേലൂയ ആമി വർഷങ്ങൾ കൊണ്ട് കിടന്ന് മുടന്ന് ചാടി എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ഭവനത്തെ ഉയർത്തുന്ന കാലം വിദൂരമല്ല. നിന്റെ തലമുറയുടെ അവസ്ഥകൾ മാറ്റുന്ന കാലം വിദൂരമല്ല. നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ കൂടെ ദൈവം നിന്നെ നടത്തുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സദൃശവാക്യക്കാരൻ 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയും. സദൃശവാക്യം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുക, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികം ഇന്ന് പകൽക്കാലം പറയണം, ഈ പരീക്ഷയ്ക്കകത്തും ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിച്ചുകൊണ്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവം ചില വെളിച്ചത്തെ നിന്റെ മേൽ പകരും. അത് ആത്മാവിങ്ങനെ പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിലെ പോലെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അത് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, അതൊരു വെളിച്ചത്തിലേക്ക് ദൈവം തമ്പുരാൻ നിന്നെ നടത്തും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ചില അനുഗ്രഹത്തിലേക്ക് നിന്നെ ദൈവം തമ്പുരാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർക്കെല്ലാം പ്രതികൂലമുണ്ടാകും കേട്ടോ. ദൈവം ചില അനുഗ്രഹങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ വഴികൾ തുറന്നു വരുമ്പോൾ നിന്നെ കുറിച്ച് ഒത്തിരി പറഞ്ഞു നടക്കും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒത്തിരി അങ്ങ് പറയും. പിന്നെ എങ്ങനെയും ഒരു സമാധാനം കിട്ടാൻ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും നോക്കണ്ട. വിശ്വാസത്തിൻ്റെ നായകനും പറഞ്ഞു കൊടുക്കാൻ ഒന്നേ കാണാവുള്ളൂ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. അയ്യോ പറയുക, എനിക്ക് നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായത്, പക്ഷെ ഇന്ന് എൻ്റെ കണ്ണാൽ ഞാൻ കാണുകയാ. ഈ കഷ്ടത വന്നപ്പോഴാ, ഈ നിന്ന വന്നപ്പോഴാ. പണ്ട് ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഓടിപ്പോയി ടെറസായിരുന്നു അങ്ങ് കരയുമായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേ ഇനി അടുത്തത് ആരാ എന്നോട് ചോദിക്കാൻ പോകുന്നേ? ഒരുത്തൻ ലേബലൊട്ടിച്ച് കള്ളൻ പറഞ്ഞു കള്ളപ്രവാചകനാന്ന് പറഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പോകുന്നത് ഭയങ്കര പ്രയാസമാണ്. പക്ഷേ യേശുവിനെ ഞാൻ നല്ലവണ്ണം കണ്ടപ്പോൾ അനേകരെ സൗഖ്യമാക്കിയവനും ഭൂതകസ്ഥരെ വിടുവിച്ചവനും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനെയും ഒരു വസ്ത്രം പോലും ഇല്ലാതെ ക്രൂശിത്തറച്ച ഈ ജനത്തിൻ്റെ മണ്ണിൽ അവനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ലജ്ജിക്കേണ്ട വരത്തില്ല എന്ന് മനസ്സിലായി. ഇന്ന് പകൽക്കാലം എത്ര പേർ ആത്മാവിനകത്ത് തിരിച്ചറിയുന്നുണ്ട്? നീ ലജ്ജിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീയോ നിന്റെ തലമുറയോ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് ആത്മാവിനകത്ത് നിറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 25-ാമത്തെ വാക്യം. യെശയ്യാവിന്റെ 49-25 കിട്ടിയൊരു വായിച്ചു. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തുകളയാം, നിഷ്കണ്ഠന്റെ കവർച്ചയെയും വിടുവിക്കാം, നിന്നോട് പോരാടുന്നവനോട്. ഇവിടെ എന്റെ വാക്യം,
നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും. ഇന്ന് പകലറിഞ്ഞ് നീ നിൽക്കേണ്ട പോലെ അങ്ങോട്ട് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ചില അനുഗ്രഹം തടഞ്ഞു പോകുന്നതിന്റെ വഴി കേട്ടോണം. നിന്നോട് പോരാടാൻ നിന്നാൽ നീ പോരാടണ്ട, തമ്പുരാൻ പോരാടും. ഇന്ന് പകൽക്കാലം പറയണം, ആമേ, തീക്കനലെടുത്ത് തല ചൊറിയല്ല. ഇന്ന് പകൽ അറിയണം, നിന്നോട് പോരാടാൻ നിന്നാൽ തമ്പുരാൻ അവരോട് പോരാടും. എത്ര പേര് ആമീൻ പറയുന്ന എനിക്കറിയത്തില്ല. നിന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നാൽ അവരെ കുറിച്ച് പറയാൻ ലോകം ഇറങ്ങും. ഇവിടെ പറയുക, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ ഞാൻ വിടുവിക്കുകയും ചെയ്യും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നീ നിശബ്ദമായി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, നീ നിശബ്ദമായി ദൈവസന്നിധി നിൽക്കാൻ റെഡിയാണെങ്കിൽ നിനക്കുള്ള അത്ഭുതം വന്നുകൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിന്നെക്കുറിച്ച് അപവാദം പറയുന്നവർ പറയട്ടെ, നിന്നെക്കുറിച്ച് നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ. നീ ആ ഭാഗത്തേക്ക് നോക്കണ്ട, ഒന്നിലേക്ക് നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഈ താൽക്കാലികമായ കഷ്ടതയിൽ കൂടി നടന്നാലും പത്രോസ് അപ്പോസ്തലൻ പറയാ, നിന്നെ വിടുവിക്കുന്ന, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തിനകത്ത് നിൽക്കുകയാണ്? ദൈവസഭ നല്ലവണ്ണം പ്രാർത്ഥിക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഫാദറെ താങ്ക് യു ലോർഡ്. എല്ലാ കണ്ണുകളും അടച്ചേ. ഇന്ന് ദൈവവചനത്തിൻ്റെ ആമീൻ, ഏത് പരീക്ഷയുടെ കാലഘട്ടം വന്നാലും, ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടം വന്നാലും, ഏത് കണ്ണുനീരിൻ്റെ കാലഘട്ടം വന്നാലും എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ മാറത്തില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആ വാഗ്ദത്തം എൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലും വരും എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ എല്ലാ ആ മഹത്വം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ, ഈ വരുന്ന 40 ദിവസക്കാലം ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുക. ഈ ദിവസങ്ങൾ മുതൽ, നാളെ മുതൽ 40 ദിവസക്കാലം കർത്താവിൻ്റെ ഒരു ആലോചനയായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചത്. കുറേ ദിവസങ്ങൾ എന്നോട് കർത്താവ് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് സംസാരിപ്പാനുണ്ട്, നീ കയറി വരിക. പക്ഷേ എൻ്റെ ആരോഗ്യത്തിൻ്റെ വിഷയം, അങ്ങനെ പല കാര്യങ്ങൾ എനിക്കുള്ളതുകൊണ്ട് ഞാനതിനെ പല്ലപ്പയ്യും മാറ്റിവിട്ടു. കഴിഞ്ഞ വ്യാഴാഴ്ച കർത്താവ് രാത്രിയിൽ എന്നോട് ഇടപെടാൻ തുടങ്ങി, നീ എന്നോട് കൂടെ ഇരിക്കണം. ഞാനതിന് ആ വാക്കിന് തയ്യാറായപ്പോൾ വെള്ളിയാഴ്ച ശക്തമായ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കാൻ തുടങ്ങി. ഇന്ന് അതുപോലെ തന്നെ ആരാധനയിൽ വലിയ ദൈവ മഹത്വം ഇറങ്ങാൻ തുടങ്ങി. കർത്താവിനെന്തോ പദ്ധതിയുണ്ട്, കർത്താവിനെന്തോ പറയാനുണ്ട്. ആ കേൾക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണം, വീണ് പോകാതിരിപ്പാൻ, ദൈവകൃപ നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, ദൈവ അടുത്ത മണ്ഡലങ്ങളെ ഉപയോഗിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം പിന്നെ ആരെങ്കിലും അങ്ങനെ എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരെന്നെ അറിയിക്കണം. ആമീൻ. സഭയ്ക്കകത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം സഭയ്ക്കകത്തിരുന്ന് ആരും വരത്തില്ല, ഞാൻ തന്നെ വന്നിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാഴ്ച പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഈ 40 ദിനങ്ങൾ ദൈവം ചില അത്ഭുതകരമായ പ്രവൃത്തി ഉണ്ടാകും. ഈ 40 ദിനങ്ങളും ദേശത്തിനകത്ത് വലിയ പ്രതികൂലങ്ങളുണ്ടാകും. പക്ഷെ ദൈവികമായ കരം ദൈവമക്കളുടെ മേൽ ഇറങ്ങി വരും. ദൈവികമായ ആമേൻ. ഇന്ത്യക്കകത്ത് വലിയ പ്രതിസന്ധികളുടെ നാളുകൾ വരാൻ പോവുക. വലിയ പ്രതികൂലങ്ങൾ വരും. പക്ഷെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തതാകിയാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ പറയണം, കഷ്ടതയിലും പ്രതികൂലവും വരുമ്പോഴും ദൈവത്തെ വിട്ട് മാറിപ്പോവല്ല മക്കളെ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചില ദിവസങ്ങൾ താമസിച്ചാലും അത് നിങ്ങളുടെ പേരും നിങ്ങളുടെ തലമുറയിലും വരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വേലയ്ക്കായി കൊടുക്കാം, കരങ്ങളിലെടുക്കാം, പ്രാർത്ഥിക്കാം.